അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 13ാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അർക്കാനു സ്വലാത്ത് 5, നിസ്കാരത്തിൻ്റെ ഫർളുകൾ 5ാം പാർട്ട്, 5ാം ഭാഗമാണിത്. 10 മുതൽ 14 വരെയുള്ള ഫർളുകളാണ്. നിസ്കാരത്തിന് 14 ഫർളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 10 മുതൽ 14ാമത്തെ ഫർള് വരെയുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ 10ാമത്തെ ഫർള് എന്താ? അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ. നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഓർത്തു വെക്കാൻ നമ്മൾ നിസ്കരിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഫർളുകളുടെ ക്രമം, അതിൻ്റെ ഓർഡർ നമുക്കിങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അവസാനത്തെ അത്തഹിയ്യാത്തിലെത്തി നമ്മൾ. അപ്പോൾ അവസാനത്തെ അത്തഹിയ്യാത്താണ് 10ാമത്തെ ഫർള്. അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ ഫർളാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ ഫർള് സുന്നത്ത്, ഏതാ ശരി? ഫർളാണ്. ഫർള് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാൻ പറ്റൂല, ഒഴിവാക്കിയാൽ നിസ്കാരം ശരിയാവില്ല. ഇനി അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഷദ്ദുകൾ എന്നിവ സൂക്ഷിച്ചു ഓതേണ്ടതാണ്. അപ്പോൾ ഇവിടെ ചോദ്യം, അത്തഹിയ്യാത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? 2 അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഷദ്ദുകൾ. പഠിച്ചില്ലേ? അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഷദ്ദുകൾ. 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങളിൽ 2 റക്അത്ത് പൂർത്തിയായാൽ അത്തഹിയ്യാത്തും നബിയുടെ മേൽ സലാത്തും ശക്തിയായ സുന്നത്താണ്. അപ്പോൾ 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരം, 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരം ഏതൊക്കെ? ഇശാ, പിന്നെ ളുഹർ, പിന്നെ അസ്ർ, അല്ലേ? ഈ 3 നിസ്കാരങ്ങളിലും 2 റക്അത്ത് കൂടുതൽ, 2 റക്അത്ത് പൂർത്തിയായാൽ എന്ത് എഴുതണം? അത്തഹിയ്യാത്തും നബിയുടെ മേൽ സ്വലാത്തും ശക്തിയായ സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഇശാ നിസ്കരിക്കുമ്പോൾ 2 റക്അത്തായാൽ ഒരു അത്തഹിയ്യാത്ത് ഓതണം. എന്നിട്ടോ അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടാൻ പറ്റുമോ? പറ്റൂല. അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ട് വീണ്ടും ഉയരണം. അടുത്ത് 11ാമത്തെ ഫർള് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഒടുവിലെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഫർളാണ് എപ്പോൾ? 1ാം അത്തഹിയ്യാത്തിന് ശേഷം അല്ലെങ്കിൽ 2ാം അത്തഹിയ്യാത്തിന് ശേഷം? ഏതാ ശരി? 2ാം അത്തഹിയ്യാത്തിന് ശേഷം, അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയ്യാത്ത്, അവസാനത്തെ അത്തഹിയ്യാത്ത്. അപ്പോൾ ഏതാ ശരി? അവസാനത്തെ അത്തഹിയ്യാത്ത്. അതാണ് ഒടുവിലെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഫർളാണോ സുന്നത്താണോ? ഫർളാണ്. നമ്മളിവിടെ ഫർളല്ലേ പഠിക്കണേ, 10, 11 ഫർളല്ലേ. അപ്പോൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഫർളാണ്, ഫർളാണ്, സുന്നത്തല്ല, ഫർളാണ്. അപ്പോൾ ഇവിടെ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ, അത് 2 റക്അത്ത് പൂർത്തിയാകുമ്പോഴാണ്. ഇതെപ്പോഴാണ്? അവസാനത്തെ അത്തഹിയ്യാത്ത് പൂർത്തിയാകുമ്പോൾ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരുന്ന സ്ഥലമായതുകൊണ്ട് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ സ്വലാത്തിലെ ഏറ്റവും ചുരുങ്ങിയ വചനം ഏത്? എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നതാണ് സ്വലാത്തിന്റെ നിർബന്ധമായ വചനം. അപ്പോൾ ഇവിടെ ചോദ്യം, സ്വലാത്തിന്റെ നിർബന്ധമായ വചനം ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നാണ് സ്വലാത്തിന്റെ ഡാഷ്. എന്താ? നിർബന്ധമായ വചനം. എഴുതുന്നത് ശ്രദ്ധിക്കുക, നിർബന്ധമായ വചനം. അടുത്ത്, ശേഷം നബിയുടെയും കുടുംബത്തിന്റെയും മേലിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇബ്രാഹിമിയ സ്വലാത്താണ് ഉത്തമം. അപ്പോൾ നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ ഇവിടെ തന്നെ 2ഉം പറഞ്ഞു. സ്വലാത്ത് ചൊല്ലൽ ഫർളാണെന്നും പറഞ്ഞു, സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞു. അത് എപ്പോഴാണ്? അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ എന്താണ്? ഫർളാണ്. ആ സ്വലാത്തിന് ശേഷം വീണ്ടും സ്വലാത്ത് ചെയ്യുക. ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് ഇല്ല, നബിയുടെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലൽ എന്താണ്? സുന്നത്താണ്. ആ സ്വലാത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഇബ്രാഹിമിയ സ്വലാത്താണ്. അടുത്തത്, അപ്പോൾ നമ്മൾ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി. ഇനി എന്താണ്? 12ാമത്തെ അവസാനത്തെ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ നമ്മൾ നേരത്തെ കഴിയും, അല്ലേ? അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമ്മൾ ആദ്യം അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുന്നതിന് മുമ്പാണ് നമ്മൾ ഇരിക്കുക, അല്ലേ? അപ്പോൾ ഇരിക്കണം എന്നുള്ള നമുക്ക് ആദ്യം അറിയാലോ. അപ്പോൾ അവസാനത്തെ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് വേണ്ടി 3 കാര്യങ്ങളാ. ഏതൊക്കെ? അവസാനത്തെ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, സലാം. സലാം പറഞ്ഞാൽ ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിങ്ങനെ തലതിരിക്കൂലേ? അതിനു വേണ്ടിയിട്ടും ഇരിക്കണം. അപ്പൊ സഹ്വിന്റെ സുജൂദ് ഇല്ലാത്തവൻ. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ് തവറുക്കിന്റെ ഇരുത്തം എന്നാണ് പഠിക്കുന്നത്. തവറുക്കിന്റെ ഇരുത്തം എന്താണ്? നമ്മൾ 2 ഇരുത്തം പഠിച്ചിട്ടുണ്ട്, ഇഫ്തിറാഷിന്റെ ഇരുത്തവും തവറുക്കിന്റെ ഇരുത്തവും. പിന്നെ
അവസാനത്തെ അത്തഹിയാത്ത് അല്ലാത്ത എല്ലാ ഇരുത്തവും എന്താകുന്നു? ഇഫ്തിറാഷിന്റെ ഇരുത്തമാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഇരുത്തം ഏതാണ്? തവറുക്കിന്റെ ഇരുത്തം. എന്താ പറയാ? തവറുക്ക്. ഇനി എന്താണ് തവറുക്കിന്റെ ഇരുത്തം എന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യം. എന്താണ്? വലതു കാൽ നാട്ടി അതിൻ്റെ കീഴിൽ കൂടി ഇടത് കാൽ പുറപ്പെടിച്ചു ചന്തി ഭൂമിയിൽ ഊന്നി ഇരിക്കണം. ഇതിനാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. എങ്ങനെ? വലത് കാലിങ്ങനെ നാട്ടി വെക്കുക. വലത് കാലാണെങ്കിൽ വലത് കാലിങ്ങനെ നാട്ടി വെക്കുക. എന്നിട്ടോ അതിൻ്റെ കീഴിൽ കൂടി ഇടത് കാൽ പുറപ്പെടിച്ചു ചന്തി ഭൂമിയിൽ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അത് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്ക് അല്ല, വേറെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫോട്ടോ കാണിച്ചിരുന്നു അല്ലേ? അപ്പം അതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത് കാലുമ്മലാണ് ഇരിക്കുന്നത്. പക്ഷെ തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുമ്പോൾ ഇടത് കാലിലല്ല, നിലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പൊ തവറുക്കിന്റെ ഇരുത്തം എന്താണെന്ന് പഠിച്ചു. അടുത്തത് ഇവിടെ പഠിക്കാനുള്ള സുന്നത്തുകളാണ്. എന്തൊക്കെയാണ് സുന്നത്തുകൾ? കൈകൾ കാൽമുട്ടോടടുത്ത് തുടയിൽ വെക്കുക. അതായത് അത്തഹിയാത്തിനിരിക്കുമ്പോഴുള്ള സുന്നത്തുകളാണ് പറയുന്നത്. കൈകൾ കാൽമുട്ടോടടുത്ത് തുടയിൽ വെക്കുക. വലതു കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിൻ്റെ മരുട്ടിൽ തള്ളവിരൽ വെക്കുക. ഇങ്ങനെ. ഇതാണ് വലത് കൈ ചൂണ്ടുവിരൽ. ഇതാണ് വലത് കൈ ചൂണ്ടുവിരൽ. നിവർത്തി പറഞ്ഞാൽ ഇങ്ങനെ. അതിൻ്റെ മരുട്ട് പറഞ്ഞാൽ ഇത്. മരുട്ടിൽ തള്ളവിരൽ വെക്കുക. ഇങ്ങനെ. കണ്ടില്ലേ? മറ്റു വിരലുകൾ മടക്കി. മറ്റു വിരലുകളാണിത്. ഇത് മടക്കി പിടിക്കുക. അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും വെക്കുക. അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഉയർത്തുക. അള്ളാഹു ഏകനാണല്ലോ. അപ്പൊ അള്ളാഹു ഒരുവനാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കൈ ഉയർത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. വിരൽ ഉയർത്തിയത് മുതൽ നോട്ടം വിരലിലേക്കാവുക. നമ്മൾ എവിടേക്ക് നമ്മൾ നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. എന്നാൽ വിരൽ ഉയർത്തിയാൽ വിരലിലേക്കാണ് നോക്കേണ്ടത്. സലാം വീട്ടുന്നത് വരെ വിരൽ ഉയർത്തി തന്നെ വെക്കുക. അപ്പൊ ഈ സുന്നത്തുകളിൽ നിന്ന് ഒരു 3 സുന്നത്ത് നിങ്ങൾ പഠിക്കുക. എളുപ്പമുള്ള പഠിച്ചാൽ മതി. കൈകൾ മുട്ടോടടുത്ത് തുടയിൽ വെക്കുക. പിന്നെ വിരൽ ഉയർത്തിയത് മുതൽ നോട്ടം വിരലിലേക്കാക്കുക. സലാം വീട്ടുന്നത് വരെ വിരൽ ഉയർത്തി തന്നെ വെക്കുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക. ഒരു 3 സുന്നത്ത് എല്ലാവരും ഇതിന് പഠിക്കണം കേട്ടോ. എല്ലാ സുന്നത്തും പഠിച്ചാൽ നന്നായി. പക്ഷെ 3 സുന്നത്ത് നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്ത 1-ാം സലാം വീട്ടൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സലാമിന്റെ വചനം ഏതാണ്? എന്താണ് സലാമിന്റെ നിർബന്ധമായ വചനം? ഏതാണ്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എല്ലാവർക്കും അറിയാം, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത അത്തഹിയാത്തിനും സ്വലാത്തിനും ദുആഇനും ശേഷമാണ് സലാം വീട്ടേണ്ടത്. ഇവിടെ ചോദ്യം, സലാം വീട്ടേണ്ടത് എപ്പോഴാണ്? അത്തഹിയാത്തിനും സ്വലാത്തിനും ദുആഇനും ശേഷം. പഠിച്ചില്ലേ? അത്തഹിയാത്തിനും സ്വലാത്തിനും ദുആഇനും 3 അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആഇനും ശേഷമാണ് സലാം വീട്ടേണ്ടത്. പിന്നെ ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഫർള്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വരാറുള്ള ചോദ്യമാണിത്. സലാം വീട്ടൽ ഡാഷ് മാത്രമാണ് ഫർള്. ഏത്? ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഫർള്, സുന്നത്ത്. 2 രൂപത്തിൽ ഇവിടെ ചോദ്യം വരും. ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് ഡാഷ്. എന്താണ്? ഫർള്. ഇനി ഫർളായത് ഏതാണ്? ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ്. രണ്ടാമത്തേത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെ തലതിരിക്കും. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങോട്ട് തലതിരിക്കും. അപ്പോൾ ആദ്യം സലാം വീട്ടിൽ എന്താണ്? ഫർളും രണ്ടാമത്തെ സുന്നത്തുമാണ്. അസ്സലാമു അലൈക്കും എന്നാണ് സലാമിന്റെ വചനം. അടുത്ത ചില സുന്നത്തുകൾ, സലാം വീട്ടുമ്പോഴുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ്? സലാമിൽ വറഹ്മത്തുള്ളാഹ് എന്നുകൂടി പറയണം. അപ്പൊ എങ്ങനെയായിരിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടുന്ന് വണ്ടി ഇങ്ങോട്ട് പോകണം. അടാ ഇവിടെ എത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ വറഹ്മത്തുള്ളാഹ് എന്ന് കൂടി പറയുക. പിന്നെ 1-ാം സലാമിൽ വലതു ഭാഗത്തേക്ക്, രണ്ടാമത്തേതിൽ ഇടതു ഭാഗത്തേക്ക് മുഖം തിരിക്കുക. അപ്പൊ മുഖം തിരിക്കൽ ഫർളില്ല, സുന്നത്തേ ഉള്ളൂ. മുഖം ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക വലത്തോട്ട്. എപ്പോൾ? 1-ാം സലാം വിട്ടും. 2-ാം സലാം വിട്ടുമ്പോൾ ഇങ്ങനെ അടുത്തോട്ട്. അടുത്ത് ഇവിടെ 13 പോയിട്ടുണ്ട്. 13 അല്ല 14ആണ്.
വഴിക്ക് വഴി ചെയ്യുക. നിസ്കാരത്തിന്റെ എല്ലാ ഫർളുകളും മേൽ പറഞ്ഞ ക്രമപ്രകാരം ചെയ്യൽ. ഇനി നമ്മൾ നോക്കുക, ചോദ്യോത്തരം നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുസ്തകം മാറി പുതിയ പുസ്തകമാണ് ഈ വർഷം വന്നത്. അതുകൊണ്ട് തദ്രീബാത്തിലുള്ള ചോദ്യങ്ങൾ നന്നായി പഠിക്കുകയും അതിൻ്റെ മോഡൽ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയും വേണം. കാരണം കഴിഞ്ഞ 2 പരീക്ഷ, കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ നമ്മൾ നോക്കിയാൽ തദ്രീബാത്തിൽ എങ്ങനെ ചോദ്യം വന്നോ അതുപോലെ തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തദ്രീബാത്ത് എനിക്ക് ശ്രദ്ധിച്ച് പഠിക്കുക. ഉത്തരം പറയാം. അവസാനത്തെ അത്തഹിയാത്തിൽ സൂക്ഷിക്കേണ്ടത് എന്തെല്ലാം? നമ്മൾ 2 അവിടെ പഠിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഷദ്ദുകൾ. കണ്ടില്ലേ? അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഷദ്ദുകൾ. അടുത്തത്, സലാം വീട്ടുമ്പോഴുള്ള സുന്നത്തുകൾ ഏതെല്ലാം? സലാം വീട്ടുമ്പോൾ 2 സുന്നത്താണ് ഇവിടെ പഠിച്ചത്. എന്തൊക്കെയാണ്? സലാമിൽ വറഹ്മത്തുള്ളാ എന്നുകൂടി പറയുക. ഇത് എളുപ്പം പഠിക്കുക അല്ലേ? പിന്നെ ഒന്നാം സലാം വീട്ടുമ്പോൾ എവിടേക്ക് നമ്മൾ തലതിരിക്കല്? വലതു ഭാഗത്തേക്ക്. രണ്ടാമത് ഇടതു ഭാഗത്തേക്ക് മുഖം തിരിക്കുക. മുഖം കേട്ടോ, തലയല്ല, മുഖം തിരിക്കുക എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ പഠിക്കേണ്ടത്? ഒന്നാം സലാം വലതു ഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കുക. അടുത്ത 3ാമത്തെ ചോദ്യം, സ്വലാത്തിന്റെ ഫർളായ വചനം ഏത്? സലാമിന്റെ അല്ല, സ്വലാത്തിന്റെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ 2 വചനം പഠിക്കുന്നുണ്ട്. ഇവിടെ സലാമിന്റെ ഫർളായ വചനം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്, അസ്സലാമു അലൈക്കും. ഇതാണ് സലാമിന്റെ ഫർളായ വചനം. സ്വലാത്തിന്റെ ഫർളായ വചനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്. അതായത് അത്തഹിയാത്ത് പൂരിപ്പിക്കാൻ. ഇവിടെ നമുക്ക് പാഠത്തിൽ അത്തഹിയാത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ തദ്രീബാത്തിൽ വന്നത് വരുമോ ചോദിച്ചാൽ വരും, സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത്തഹിയാത്ത് പഠിക്കണം. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല. ഇതെല്ലാവരും 3ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനൊക്കെ പഠിച്ചതായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഇതിന്റെ അർത്ഥം പഠിക്കാനുണ്ട്. ഏതിന്റെ? അത്തഹിയാത്തിന്റെ അർത്ഥം പഠിക്കാനുണ്ട്. അപ്പോൾ അത്തഹിയാത്തിന്റെ അർത്ഥത്തിൽ ഇതാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കേണ്ടത്? നമുക്ക് എളുപ്പത്തിൽ, നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത് പഠിക്കുക. അപ്പൊ ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥം എന്താണ് നോക്കുക. എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അർത്ഥം? അതിൽ കൊടുത്തിട്ടില്ലല്ലേ? കൊടുത്തണോ? 4ന്റെ അർത്ഥം 4 അർത്ഥം കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം നമുക്ക് അറിയുന്നത് കൊണ്ടായിരിക്കും അർത്ഥം കൊടുക്കാത്തത് അല്ലേ? എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്നല്ലേ? അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം. അത് ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി ഫസ്റ്റത്താണ് വരാൻ സാധ്യത. 1ാമത്തെ സാധ്യത ഇത്. 2ാമത്തെ സാധ്യത അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല. അതിന്റെ അർത്ഥം എന്താ? എല്ലാ തിരുമുൾ കാഴ്ചകളും എല്ലാ ബർക്കത്തുള്ളവയും എല്ലാ നിസ്കാരങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു. തിരുമുൾ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എല്ലാ നല്ല കാര്യങ്ങളും അർത്ഥം. എല്ലാ ബർക്കത്തുള്ളവയും എല്ലാ നിസ്കാരങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു. തിരുമുൾ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. എല്ലാ ബർക്കത്തുള്ളവയും എല്ലാ നിസ്കാരങ്ങളും ആർക്കുള്ളതാണ്? എല്ലാ നല്ല കാര്യങ്ങളും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ള. അതാണ് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല എന്നതിന്റെ അർത്ഥം. അപ്പോൾ എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ്. ഇതാണ് ഈ പാഠം. ഈ പാഠത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.